എനിക്ക് ഉറപ്പായി ഇത് എങ്ങനെ ഇവിടെ വീട്ടിലേക്ക് 100% അഴുക്ക പിള്ളേര്. നിങ്ങൾ ഇത് ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഹായ് ഗൈസ്, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലോട്ട് സ്വാഗതം. നമ്മുടെ വാൽപ്പാറ വ്ളോഗിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം ആദ്യത്തെ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നമ്മുടെ പാർട്ട് 1 വീഡിയോ ഉണ്ട്. അപ്പം നിങ്ങളിന്നത് നേരെ കണ്ടിട്ട് ഇത് കാണാം. ഇത് വോയിസ് ഓവർ കൊടുക്കരുതെന്ന് വിചാരിച്ചാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പാട്ടുകൾ പ്ലേ ആകുന്നുണ്ടായിരുന്നു. അതപ്പോൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് മാത്രമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അഴുക്ക പിള്ളേര്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഷോട്ട് കൊടുത്ത് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരാൾക്ക് ഷോട്ട് കിട്ടും, അടുത്ത ആൾക്ക് കിട്ടും, വാങ്ങും കൊടുക്കും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. പക്ഷേ വോയിസ് എനിക്ക് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഹെയർപിന്നാണ് കയറാൻ പോകുന്നത്. ആന, പോത്ത്, കരടി, മലയെണ്ണൻ, കാട്ടുപോത്തിന്റെ ബോർഡ് ഗൈസ്. കാട്ടുപോത്ത് അപ്പൊ ഈ ഹെയർ പിൻ കയറുമ്പോഴത്തേക്കും പെട്രോളിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഹെയർ പിൻ കയറി വരുമ്പോഴാണ് ഈ അടിപൊളി വ്യൂ കാണുന്നത്. കോട ഇറങ്ങി നിൽക്കുന്നത് നോക്കി, ഒരു രക്ഷ. നിങ്ങൾ ഇത് ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അത്രയ്ക്ക് സൂപ്പറാണ്. കണ്ടോ എന്റെ മോനെ. ഈ വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ആരുടെയാണെന്നറിയത്തില്ല, ഏത് തമ്പ്രാൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുടമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. സംഭവം കൊള്ളാം. പക്ഷേ നിങ്ങൾ ഇത് നോക്കിയോ ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയല്ലേ. എന്നാ ഒരു വ്യൂ ആണെന്ന് നോക്കി. സീൻസ് ആണ്, ടോപ്പ് വ്യൂ, ഒരു രക്ഷയില്ല. നമ്മൾ നിർത്തി ഒരു ചായ കുടിക്കാൻ എന്നിട്ട് വല്ല കഴിക്കാമെന്ന് വെച്ച് വന്നതാണ്. നല്ല കിട്ടു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു ചെറിയ അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ 2 കടയുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ പൊള്ളാച്ചി റോഡ്. നമ്മൾ ഈ ഫസ്റ്റ് കടയിലാണ് കയറുന്നത്. നമുക്ക് കയറി നോക്കാം സംഭവമൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെയാണ്. നോക്കാം. ഞങ്ങളങ്ങനെ കഴിക്കാൻ കയറിയാണ്. വരുന്ന വഴിക്ക് നല്ല ബ്രെഡ് ഓംലേറ്റ് കിട്ടുന്നത്. ബ്രെഡ് ഓംലേറ്റ് നൂഡിൽസ്. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ചിട്ട് യൂട്യൂബർ VKT ആണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. VKT ഇഡ്ഡലിയാണ് തിന്നാൻ പോകുന്നത്. ഇഡ്ഡലി VKT. ഞങ്ങൾ എന്താ പറഞ്ഞേ, ബ്രെഡ് ഓംലേറ്റ്. ബ്രെഡ് ഓംലേറ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. ഇതാണ് സാധനം, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഇത് എങ്ങനെ ഇവിടെ വീട്ടിലേക്ക് 100%. നമ്മൾ പിന്നെ ഓർഡർ ചെയ്ത സാധനമാണ് മാഗി. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതേ യൂട്യൂബർ VKT ഇതേ അണ്ണാക്കിലായിട്ട് കയറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മോൻ? ഇവിടെ പറ. അടിപൊളി. ഇനി ഞാൻ കഴിച്ചിട്ട് പറയാം ഇത് അടിപൊളിയാണോ എന്ന്. മാഗി കഴിക്കേണ്ട രീതി, സ്പൂൺ എടുത്ത് ഇതേ ഇങ്ങനെ ഞെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. തീ പാറും പോരാട്ടമാണ്. കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ഗൈസ്, നമ്മളങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയെടുത്ത ലൊക്കേഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യൂ കണ്ടില്ലേ ഗൈസ്, ഒരു രക്ഷയില്ല. കൂടെ അമ്പലവും ആ കൂടെയും, ആഹാ എന്നാ രസമാണെന്ന് നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ യാത്ര തുടങ്ങി. അപ്പം തന്നെ കുറേ ബൈക്ക് റൈഡേഴ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളിവിടെയൊക്കെ 1 ടൈം ലൈഫിൽ ഒരു വട്ടമല്ലോ ഇവിടെയൊക്കെ വരണം ഗൈസ്. എൻ്റെ കോട കണ്ടില്ലേ. നമ്മൾ അതിരാവിലെ ആയിരുന്നു ഇറങ്ങിയത്. ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോടയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്.
ഈ വാൽപ്പാറ എന്തുകൊണ്ടാണ് 7ാം സ്വർഗം എന്ന് വിളിക്കുന്നതെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാകും ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് ആതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ റൂട്ടിനെക്കാട്ടിലും വാൽപ്പാറ ടു പൊള്ളാച്ചി റൂട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് ഗൈസ്. ഈ കാണുന്ന 40 ഹെയർ പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ഈ ഒരു റൈഡ് ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ ഹെയർ പിൻ ഇറങ്ങി പോകുമ്പോഴാണ് ഇവരെ കണ്ടത്. നല്ല അടിപൊളി വൈബുള്ള പിള്ളേർ തന്നെയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ ഹെയർ പിൻ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഒരു വട്ടമെങ്കിലും ഇവിടെ വരണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാ. ഇവിടെ ഒരു കുരങ്ങപ്പുട്ട് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു എൻ്റെ മോനെ ഈ ഒരു ലൊക്കേഷൻ നോക്കുക. ഇത് നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എന്തുമാത്രം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇതൊരു ഒന്നൊന്നര സാധനം തന്നെ ഗൈസ്. ഇതാണ് നമ്മുടെ ആലിയാർ ഡാം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ പറ ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇത് ഒരു രക്ഷയില്ല, നല്ല ടോപ്പ് വ്യൂ ആയിരുന്നു ഗൈസ്. എനിക്കിവിടെ വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ഇതായിരുന്നു. എന്നെ ഒരു രസമെന്ന് നോക്കി, കിടുക്കാച്ച സ്ഥലം. അങ്ങനെ ആലിയാർ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ യാത്ര തുടങ്ങി ഗൈസ്. പിന്നെയും അടുത്ത ഹെയർ പിൻ. ഗൈസ് അങ്ങനെ നമ്മൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങി നേരെ പൊള്ളാച്ചി റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ സ്വന്തം പാലക്കാടിലോട്ടാണ്. അപ്പം നമുക്ക് നേരെ ഇനി പാലക്കാടിലോട്ട് പോവാം.